ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി വത്തക്ക ഡ്രിങ്കാണ്. വെറൈറ്റി റെസിപ്പികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിൽ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ ഒരു വത്തക്ക ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇഷ്ടമുള്ളത്ര ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 ഐസ് ക്യൂബ്സ് വീതമാണ് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി നമുക്കിതിലേക്ക് വെറും 1/2 ടീസ്പൂൺ അളവിലുള്ള ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വലിയ ഗ്ലാസ് ആണ്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിലുള്ള ലെമൺ ജ്യൂസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ഓരോ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് റൂഹഫ്സയാണ്. റൂഹഫ്സ കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. റൂഹഫ്സ കയ്യിലില്ലെങ്കിൽ റോസ് സിറപ്പ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താലും മതി. റൂഹഫ്സയും റോസ് സിറപ്പും ഒക്കെ എല്ലായിടങ്ങളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വത്തക്ക പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കരുത്, ഗ്ലാസിൻ്റെ 1/4 ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റൂഹഫ്സയിൽ തന്നെ അത്യാവശ്യത്തിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു വലിയ ടീസ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി വത്തക്ക ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു രക്ഷയുമില്ല. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.